ഇസ്ലാം ശരിവെച്ച ഈ ഒരു വധശിക്ഷ പോലും യഥാർത്ഥത്തിൽ വ്യക്തികളല്ല നടപ്പിലാക്കേണ്ടത്, മറിച്ച് അതാത് രാജ്യത്തെ ഗവൺമെന്റുകളായിരിക്കണം എന്നുള്ളത് കൂടിയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ വ്യക്തികൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം സമൂഹത്തിൽ രൂപപ്പെടരുത് എന്നും അതിലൂടെ ഒരു സാമൂഹികമായ അരാജകത്വം പടർന്നു പിടിക്കരുത് എന്നുള്ളതുമാണ് ഇസ്ലാം സമൂഹത്തിന് ഇതിലൂടെ നൽകുന്ന ഒരു സന്ദേശം. കാരണം വളരെ വ്യക്തമാണ്. മനുഷ്യവംശത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവ് തന്നെ മനുഷ്യന് നൽകിയിട്ടുള്ള മഹത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ആ ആദം സന്തതികൾ എന്നുള്ള ഇസ്ലാമിന്റെ പ്രഖ്യാപനത്തിൽ, ഖുർആനിന്റെ പ്രഖ്യാപനത്തിൽ ഒരു ജാതി മത വൈരുദ്ധ്യവും അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. മുഴുവൻ മനുഷ്യരെയും ഏകാത്മകമായി കൂർത്തിണക്കിക്കൊണ്ട് അവരെ ഒന്നടങ്കം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അള്ളാഹു ആദരിച്ച ഒന്നിനെ നിന്ദിക്കുക എന്ന് പറയുന്നത്, അതിനെ അന്യായമായി കൊണ്ട് തേജോവധം നടത്തുക എന്ന് പറയുന്നത്, അതിനെ ഉന്മൂലനം നടത്തുക എന്ന് പറയുന്നത് ഈ പടച്ച തമ്പുരാന്റെ പ്രഖ്യാപനത്തോടുള്ള വെല്ലുവിളിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ഒരു ദുൽഹജ്ജ് മാസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് നടത്തിയിട്ടുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പ്രഭാഷണം നമുക്ക് ഓർമ്മയുണ്ട്. അറഫയിൽ സമ്മേളിച്ച ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് വികാരനിർഭരമായിട്ടുള്ള ആ അന്തരീക്ഷത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ജനങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. കാരണം ഇവിടെ വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുമായി സംസാരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയുകയില്ല. ശേഷം പ്രവാചകർ പറയുന്നുണ്ട്, ഇന്ന ദിമാഅക്കും വ അംവാലുക്കും ഹറാമുൻ അലൈക്കും കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ജനങ്ങളെ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ധനം അത് അന്ത്യനാൾ വരെ പവിത്രമാണ്. ഈ മാസം പവിത്രമായതുപോലെ, ഈ ദിവസം പവിത്രമായതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും ധനവും അവരുടെ രക്തവും പവിത്രമാണ്. മറ്റൊരാൾ അത് കവർച്ച ചെയ്യരുത് എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ മനുഷ്യജീവന് അത്രമേൽ പ്രാധാന്യം നൽകുകയാണ് പ്രവാചകരുടെ ഈ വാക്കുകൾ ചെയ്യുന്നത് എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അഥവാ അന്യായമായി കൊണ്ട് ഒരു മനുഷ്യൻ പോലും കൊല്ലപ്പെടരുത് എന്നുള്ള സന്ദേശമാണ് ബലികർമ്മത്തിലൂടെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നമുക്ക് പകർന്നു നൽകിയത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. എല്ലാതരം കൊലപാതകങ്ങൾക്കുമെതിരെ രണ്ട് പ്രവാചകന്മാർ നടത്തിയിട്ടുള്ള ചരിത്രത്തിലെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ബലി എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ മാനവികമായിട്ടുള്ള മൂല്യത്തിന്, മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിന്റെ ദർശനത്തിന്, മനുഷ്യ ജീവന് ഉറുമ്പിന്റെ വില പോലും കൽപ്പിക്കാത്ത ഈ ഒരു ഭീഷണകാലത്ത് വലിയ പ്രസക്തിയുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ ഈ മാനവികമായ മൂല്യങ്ങളും അത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സാഹോദര്യ ഭാവനയും തന്നെയാണ് ഇസ്ലാമിനെ ലോകത്ത് ഇത്രമേൽ സ്വീകാര്യമാക്കിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ കേരളീയ സമൂഹത്തിലേക്കുള്ള ഇസ്ലാമിന്റെ കടന്നുവരവിനെ പോലും ഈ സാഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും അധിഷ്ഠിതമായി കൊണ്ട് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്.